മാതാപിതാക്കളെ നിന്റെ വീട്ടിലുള്ള അംഗങ്ങളായി പരിഗണിക്കാറില്ലല്ലോ. പക്ഷെ അള്ളാഹു പറഞ്ഞത് മാതാപിതാക്കൾ രണ്ടുപേരും അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അവര് നിങ്ങളുടെ അടുക്കലായിരിക്കെ അവർക്ക് വാർദ്ധക്യം വന്നാൽ, അഥവാ മക്കളെ നിങ്ങളുടെ അടുക്കലായിരിക്കണം വാർദ്ധക്യമാകുന്ന സമയത്ത് മാതാപിതാക്കൾ വേറെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരല്ല. മാതാപിതാക്കൾ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കഴിയേണ്ടവരല്ല. മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് തറവാട്ട് വീട്ടിൽ കഴിയേണ്ടവരല്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വയസ്സായാൽ, പ്രായമായാൽ, പ്രായമെന്ന് പറയുന്നത്, വാർദ്ധക്യമെന്ന് പറയുന്നത് അവശതയുടെ ഒരു ഘട്ടമല്ലേ, അത് ബലഹീനതയുടെ ഒരു ഘട്ടമല്ലേ, അത് ഒറ്റപ്പെടലിന്റെ ഒരു ഘട്ടമല്ലേ, അത് വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒരവസരമല്ലേ. ആ സമയത്ത് മക്കളെ നിങ്ങളുടെ കാശ് പോരാ മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ സഹവാസമാണ് അവർക്ക് വേണ്ടത്, നിങ്ങളുടെ സാന്നിധ്യമാണ് അവർക്ക് വേണ്ടത്, നിങ്ങളുടെ സന്തനമാണ് അവർക്ക് വേണ്ടത്, നിങ്ങളുടെ തലോടലാണ് അവർക്ക് വേണ്ടത്, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വാക്കാണ് അവർക്ക് വേണ്ടത്, സ്നേഹത്തോടു കൂടെയുള്ള ഒരു പെരുമാറ്റമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കലായിരിക്കെ അവർക്ക് വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ, അഥവാ വാർദ്ധക്യം പ്രാപിക്കുന്ന സമയത്ത് മക്കളുടെ സമീപത്തിലായിരിക്കണം. അങ്ങനെ വന്നാൽ അല്ലാഹു പറഞ്ഞു, ഫലാ തഖുൽ ലഹുമാ ഉഫിൽ, അവരോട് ഛേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്, ഒരു വെറുപ്പിന്റെ വാക്ക് പോലും നിങ്ങൾ പറയരുത്, മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് നിങ്ങൾ പറയല്ല മക്കളെ. കാരണം അവർ വാർദ്ധക്യത്തിലാ, അവർ ബലഹീനതയുടെ അവസരത്തിലാ. കുഞ്ഞുങ്ങളെ പോലെ അവര് തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാ. ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞില്ലേ, അല്ലാഹുവേ എന്റെ എല്ലുകളെല്ലാം ബലഹീനമായിരിക്കുകയാ, എന്റെ ശരീരം ബലഹീനമായിരിക്കുന്നു അല്ലാ, എന്റെ തല നിറച്ചിരിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞതുപോലെ ബലഹീനതയുടെ കാലമല്ലേ മക്കളെ. ആരോഗ്യത്തോടുകൂടെ സജീവമായി നടന്നിരുന്ന പ്രിയപ്പെട്ട വാപ്പ ഇന്ന് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തിയപ്പോൾ കിടക്കുന്ന കട്ടിലിൽ നിന്ന് ഏതാനും അടി വെച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്ന ബാത്റൂമിലേക്ക് പക്ഷേ ഒരു 200 കിലോമീറ്ററോ അതിലധികമോ യാത്ര ചെയ്യുന്ന പ്രയാസത്തിന്റെ അവസരം അല്ലേ. കിടക്കുന്ന കട്ടിലിൽ നിന്ന് ഏതാനും അടികൾ അങ്ങ് വെച്ചാൽ ബാത്റൂമിലേക്ക് എത്താം. പക്ഷേ ഇവിടുന്ന് കോഴിക്കോട് പോകാനുള്ള പ്രയാസം, ആ പ്രയാസത്തെക്കാളും വലിയ പ്രയാസം കിടക്കുന്ന കട്ടിലിൽ നിന്ന് ബാത്റൂമിലേക്ക് അങ്ങ് പോകാൻ പ്രയാസപ്പെടുന്ന ഘട്ടം മക്കളെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. ചിലപ്പോ പെട്ടെന്ന് മരിച്ചിട്ടില്ലെങ്കിൽ, എനിക്ക് എന്റെ ഒരു വല്യമ്മ ജീവിച്ചിരിപ്പുണ്ട്, 80 വയസ്സിലധികമായിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, ആഫിയത്തുള്ള ഇബാദത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല അവരുടെ നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഞാനത് ശരിക്കും അനുഭവിക്കണം. എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. ബാത്റൂമിലേക്ക് കിടക്കുന്ന ആ കട്ടിലിൽ നിന്ന് ബാത്റൂമിലേക്കൊന്ന് പോണമെങ്കിൽ വിളിച്ച് കയ്യൊക്കെ ഒന്ന് പിടിച്ച് എത്ര പ്രയാസ. ആ ഒരു അവസരത്തിൽ മോനെ എന്റെ കയ്യൊന്ന് പിടിക്കടാന്ന് പറഞ്ഞാൽ, വല്യമ്മ എനിക്ക് സമയമില്ല, എനിക്ക് തിരക്കാ, നിങ്ങളങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മനസ്സ് കൊടുക്കാതെ പിന്തിരിഞ്ഞാൽ, അവരോടൊരു വെറുപ്പിന്റെ വാക്ക് പറഞ്ഞാൽ കരിഞ്ഞു പോകും മക്കളെ, ജീവിതം കരിഞ്ഞു പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തഖുൽ ലഹുമാ ഉഫിൽ, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോട് പ്രത്യേകിച്ചും ഒരു വെറുപ്പിന്റെ വാക്ക് നിങ്ങൾ പറയല്ലേ. അവര് കുഞ്ഞുങ്ങളെ പോലെയാണ്, എന്റെ ഒരു ബന്ധത്തിൽ ഇതുപോലെ വളരെ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്.
അവർക്ക് അൾഷിമേഴ്സിന്റെ അസുഖമുണ്ട്. അവർക്ക് ശരിക്കും ഓർമ്മയില്ല. അവ മകൻ നല്ല വീടൊക്കെ ഉണ്ടാക്കി, നല്ല വിശാലമായ സൗകര്യമുള്ള നല്ല വീട്, ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല വീട്. പക്ഷെ ഉമ്മ പ്രായമായിട്ടുണ്ട്, അവർക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ അവരവിടെയൊക്കെ തുപ്പി വെക്കും, കാർക്കിച്ചങ്ങ് തുപ്പും. പക്ഷേ മകന് തോന്നാറില്ല, എന്താണ് ഉമ്മ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ കണ്ടുകൂടെ? നിങ്ങൾക്ക് പുറത്തേക്ക് അങ്ങ് തുപ്പിക്കൂടെ? നിങ്ങൾക്ക് കോളാമ്പിയിലേക്ക് അങ്ങ് തുപ്പിക്കൂടെ എന്ന് പറയില്ല മക്കളെ. എന്നൊരു വാക്ക് പോലും, അഥവാ ഒരു വെറുപ്പിന്റെ വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ പോലെയാണ്. കൊച്ചു കുട്ടികള് പുതിയ വീടുണ്ടാക്കിയാൽ, ചെറിയ വീട്, നമ്മുടെ മക്കളാ, നമ്മുടെ മോനാണ്, ചെറിയ മോനാ, അവൻ അവിടെ മലമൂത്ര വിസർജനം ചെയ്യൂലേ, നമുക്ക് അവനോട് ദേഷ്യം തോന്നാറുണ്ടോ? ഉമ്മായിയുടെ മടിയിൽ മൂത്രം ഒഴിച്ചു വെക്കാറില്ലേ? ഉമ്മാക്ക് ദേഷ്യം വരാറുണ്ടോ? ചിലപ്പോൾ വിസർജിക്കാറില്ലേ? മാതാപിതാക്കൾക്ക് വെറുപ്പ് വരാറുണ്ടോ? കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് യാതൊരു വെറുപ്പുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളാണ്. അതേ പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് താരാട്ട് പാട്ട് പാടിയ ഉമ്മയാണ്. രാത്രി ഒന്ന് ഉറക്കം കണ്ണിലേക്ക് പിടിച്ചു വരുമ്പോഴാ മോന് തൊട്ടിയിൽ നിന്ന് ഇളകിക്കറിയുന്നത്. വേഗം ഉമ്മ എഴുന്നേൽക്കുകയാണ്. ഉമ്മ എഴുന്നേറ്റിട്ട് താരാട്ട് പാട്ട് പാടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കൊല്ലേ, താലോലം താലോലം ഉറങ്ങണം മോനെ എന്ന് പറഞ്ഞു താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ ആ ഉമ്മായുടെ ഉറക്കം ഒരു പ്രശ്നമായിട്ടില്ല മോനെ. ആ ഉമ്മ നാളെ പ്രായമായാൽ ഒരു പക്ഷേ ആ ഉമ്മ ഉറക്കില്ലെന്ന് നിന്നെ വിളിച്ചാൽ ദേഷ്യപ്പെടാൻ പറ്റുമോടാ? ദേഷ്യപ്പെടാൻ പറ്റുമോടാ? അല്ലാഹു പറയാണ്, വലാ തഖുല്ലഹുമാ ഉഫിൽ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകുന്ന ഒരു സമയമാണ്. അവരോട് നിങ്ങളൊരു ഛേ എന്നൊരു വാക്ക് പറയല്ല മക്കളെ, വെറുപ്പിന്റെ വാക്ക് പറയല്ലേ, മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറയല്ലേ, ഒരിക്കലും പറയല്ലേ. എത്ര ദേഷ്യം വന്നാലും പറയല്ലേ. കാരണം അവർ പ്രായമായവരാ, അവർ കുഞ്ഞുങ്ങളെ പോലെയാതുകൊണ്ട് സൂക്ഷിക്കണമേ. വലാ തൻഹർഹുമാ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൽ കരീമാ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണമേ. എപ്പോഴും നിങ്ങൾ മാന്യമായ വാക്ക് പറയണമേ. കടുത്ത വാക്ക് നിങ്ങൾ പ്രയോഗിക്കരുത്. പരുഷമായ വാക്ക് ഒരിക്കൽ പോലും വന്നു പോകല്ല മക്കളെ. വഖുല്ലഹുമാ ഖൗലൽ കരീമാ, മാന്യമായ വാക്ക് നിങ്ങൾ അവരോട് പറയണം. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടെ വിനയത്തിലെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഉപമ എത്ര മനോഹരമാ, എത്ര ഹൃദയമാ, എത്ര ആശയ വ്യാപ്തിയുള്ളതാ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടെ വിനയത്തിന്റെ എളിമയുടെ ചിറക് മക്കളെ നിങ്ങൾ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണമേ. കാരുണ്യത്തോടെ എളിമയോടെ വിനയത്തോടെ ഉമ്മയുടെ മുന്നില്, ഉപ്പയുടെ മുന്നില്, വല്യമ്മയുടെ മുന്നില്, വല്യപ്പയുടെ മുന്നില്, അമ്മായി അമ്മയുടെ മുന്നില്, അമ്മാസൽ വാപ്പയുടെ മുന്നില്, മരുമക്കളെ അതുപോലെ നിങ്ങൾ പെരുമാറണമേ എന്ന് പരിശുദ്ധ ഖുർആൻ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിങ്ങൾ പറയണമേ എപ്പോഴും. നിങ്ങൾ അവരോട് നല്ല വാക്ക് മാത്രം പറഞ്ഞാ പോരാ, അവർക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കൊടുത്താ പോരാ. നല്ല ഭക്ഷണം നിങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, ആവശ്യമുള്ള ചികിത്സകൾ മാത്രം ചെയ്താൽ പോരാ, ഖിദ്മത്ത് മാത്രം ചെയ്താൽ പോരാ. തീർന്നിട്ടില്ല മക്കളെ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യണമേ മാതാപിതാക്കൾക്ക് വേണ്ടി. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ എനിക്ക് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യ. കുഞ്ഞു എന്നെ
പാട്ട് പാടിയതുപോലെ, കുഞ്ഞുനാളിൽ എനിക്ക് ഉറക്കമൊഴിച്ചതുപോലെ, കുഞ്ഞുനാളിൽ എന്റെ മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ, മടിത്തട്ടിൽ ഞാൻ വിസർജിച്ചപ്പോൾ എന്റെ ഉമ്മ ഒരു വിഷമവും പ്രകടിപ്പിച്ചില്ലല്ലോ. അന്നെന്നോട് കാരുണ്യം കാണിച്ചില്ല റബ്ബേ. എന്റെ പ്രിയപ്പെട്ട വാപ്പ എനിക്ക് വേണ്ടി എത്രയാ വിയർപ്പൊഴുക്കിയത്. എന്റെ വാപ്പ എനിക്ക് എത്രയാ പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെട്ടത്. ശക്തമായ സൂര്യന്റെ ചൂടിൽ തപിച്ചു കിടക്കുന്ന മണലാരുണ്യത്തിൽ എനിക്ക് വേണ്ടിയല്ലേ എന്റെ വാപ്പ കഷ്ടപ്പെട്ടത്. അവസാനം പ്രവാസിക്ക് ബാക്കിയായത് ഒരു പിടി രോഗങ്ങളല്ലേ, ഒരു പിടി രോഗങ്ങളല്ലേ. എനിക്ക് വേണ്ടി കരുണ ചെയ്തതുപോലെ തമ്പുരാനെ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണേ മക്കളെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ